എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട പുതിയ ഒരു അറിവിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണഗതിയിലൊക്കെ ചെയ്തു വന്നിരുന്നത് പെർമിറ്റ് ലഭിച്ച നമ്പർ വെച്ചിട്ട് നമ്മൾ മാനുവലി ആ നമ്പറും ഡേറ്റും നമ്മൾ അപ്ലൈ ചെയ്ത ഡേറ്റ്, പെർമിറ്റ് ലഭിച്ച ഡേറ്റ്, അതിൻ്റെ വാലിഡിറ്റി കാണിക്കുന്ന ഡേറ്റ് ഒക്കെ നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് സങ്കേതത്തിൽ നിന്നും ആ ഫയലിനെ നമ്മൾ ആ നമ്പർ അടിച്ച് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫെച്ച് ചെയ്ത് വരുന്ന തരത്തിലേക്കുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ടായിരിക്കാം, ഞാൻ ഇന്നലെയാണ് ഇത് ശ്രദ്ധിക്കുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇമ്പോർട്ട് പെർമിറ്റിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നെയിം ഓഫ് ദി പ്രൊജക്റ്റ് എന്തെങ്കിലും ഒരു പേര്, നിങ്ങളുടെ പ്രൊജക്റ്റിനനുസരിച്ചുള്ളൊരു പേര് കൊടുക്കുക. സങ്കേതം ഫയലാണ് ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. സങ്കേതം സെലക്ട് ചെയ്തു. ഇമ്പോർട്ട് ടൈപ്പ്, ഈ ഇമ്പോർട്ട് ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ മാനുവൽ എൻട്രി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെർമിറ്റ് നമ്പർ മാനുവലി അടിച്ചു കൊടുക്കണം, ആപ്ലിക്കേഷൻ്റെ സബ്മിഷൻ ഡേറ്റ്, പെർമിറ്റ് ഡേറ്റ്, കാറ്റഗറി ഓഫ് പെർമിറ്റ്, വാലിഡ് അപ് ടു ഡേറ്റ് ഒക്കെ നമ്മൾ മാനുവലി ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക് മോഡാണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ സെർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സങ്കേതത്തിലുള്ള ഫയലാണെങ്കിൽ, പെർമിറ്റ് ലഭിച്ച ഫയലാണെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പേജിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ സങ്കേതം ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതിൽ ജസ്റ്റ് സെർച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫയൽ. ഞാനിപ്പോൾ ഈ ഒരു ഫയലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഈ കാണുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ. ഈ നമ്പറാണ് നമുക്ക് ആവശ്യം. ഞാനതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക, സെർച്ച് കൊടുക്കുക. കണ്ടോ, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, പെർമിറ്റ് നമ്പർ, ലൈസൻസി ഡീറ്റെയിൽസ്, ഓണർ ഡീറ്റെയിൽസ്, പ്ലോട്ട് ഡീറ്റെയിൽസ്, ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ഫീസ് അടച്ച ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡ്രോയിങ്സ് ഒറിജിനൽ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ഉദ്യോഗസ്ഥന്മാരും റിട്ടേൺ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോയിങ് തന്നെ മതി. നമുക്ക് വേറെ ഡ്രോയിങ് ആഡ് ചെയ്ത് കൊടുക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പ്രൊസീഡ് കൊടുത്ത് പോകാം. നമുക്ക് കറണ്ട് സ്റ്റാറ്റസ് കമൻസിൽ കൊടുക്കുക, സേവ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കാം. അതിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ പ്ലോട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ അത് മാൻഡേറ്ററി അല്ല, നോക്കിയിട്ട് ചെയ്യാം. അറിയാലോ, ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാമോ. ബേസിക് ഡീറ്റെയിൽസ്, പ്ലോട്ട് ഡീറ്റെയിൽസ്, ഓണർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡ്രോയിങ്ങിൻ്റെ പെർമിറ്റ് ഡീറ്റെയിൽസിലൊന്ന് പോയി നോക്കാം. കണ്ടോ, നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാതെ തന്നെ സൈറ്റ് പ്ലാൻ ഇവിടെ വന്നിട്ടുണ്ട്, ബിൽഡിംഗ് പ്ലാൻ വന്നിട്ടുണ്ട്, പെർമിറ്റ് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഫയൽ ഓഫീസർമാർ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അത് ശരിയായ രീതിയിൽ, ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ടിൽ ഇങ്ങനെ പല ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ ഇതിനെപ്പറ്റി മനസ്സിലാക്കാതെ ഡയറക്റ്റ് റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളോടൊന്ന് വിളിച്ച് ചോദിക്കാം. റിട്ടേൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ലൈസൻസിനെ വിളിച്ച് ചോദിക്കാം, ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെയാണ് കാണുന്നത്, എന്താണ് ഒറിജിനൽ ഡോക്യുമെൻ്റ് അല്ല എന്ന് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുക. അപ്പം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതല്ല, സങ്കേതത്തിൽ നിന്നും ഡയറക്റ്റ് ഇമ്പോർട്ടായി വന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് നമ്മളോട് ചോദിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത് നമ്മൾ സബ്മിറ്റ് ചെയ്തൊരു ഫയൽ
1 മാസത്തിലേറെ സമയം എടുത്തിട്ടാണ് ഇവർ ആ ഫയൽ ചെക്ക് ചെയ്യുന്നത് തന്നെ. പോട്ടെ, അവർ തിരക്കാണെന്ന് വിചാരിക്കാം. ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ളൊരു സംശയം അവർക്ക് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കാതെ ഡയറക്റ്റ് റിട്ടേൺ ചെയ്യുന്ന ആ പ്രവണത ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ഒരു കാര്യം ഇവരെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്ത് റീസബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 1 മാസത്തിന് മേലെ സമയം അവിടെ പോവുകയാണ്. കാരണം ഇവർ നോക്കാൻ അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ രീതിയിലും ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.